വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടിക്കറിയാണ്. സോ വെൽക്കം ടു കുക്കിംഗ് റീൽസ്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 തണ്ട് വേപ്പില, 3-4 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് ബോട്ടി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ചെറുതായി നുറുക്കി 15 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ 3 കിലോ ബോട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 കുക്കറിലായിട്ടാണ്, 5 ലിറ്ററിൻ്റെ 2 കുക്കറിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പപ്പാതി എല്ലാ ഇൻഗ്രീഡിയൻസും പപ്പാതി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ബോട്ടിക്ക് നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 6 ഏലക്ക ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ 6 ഏലക്ക എന്നുള്ളത് ഒരു 10 വരെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2ാമത്തെ കുക്കറിലും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്ന് കഴിയുമ്പോഴേക്കും ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ടിട്ട് 1 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 തണ്ട് വേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് മൊരിയിച്ചെടുക്കാം. തേങ്ങ ഇവിടെ പകുതി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ മുളക് പൊടി, 8 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം നിറച്ച് വേണം എടുക്കാനായിട്ട്. നമ്മൾ 5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. തേങ്ങയ്ക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നിറമൊക്കെ മാറി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. 1 മണിക്കൂറിന് ശേഷം ബോട്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കിലോ ബോട്ടിയിലേക്ക് 1 കിലോ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. ആ പച്ചക്കായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് 1 വിസിലും കൂടി അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും കൂടി അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിയും പച്ചക്കായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് വെച്ചിരുന്ന പാത്രമൊക്കെ ഞാനൊന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അരപ്പ് എല്ലാ സ്ഥലത്തേക്കും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ ബോട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.